MSC കപ്പൽ അപകടത്തിൽ 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ അഡ്മിറാൽറ്റി സ്യൂട്ട് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. 9,531 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക പ്രായോഗികമല്ല എന്നാണ് MSC കമ്പനി പറയുന്നത്. എത്ര തുക കെട്ടിവെക്കാനാകുമെന്ന് അറിയിക്കണമെന്നും കോടതി. വിഴിഞ്ഞത്ത് തടഞ്ഞുവെച്ച MSC കപ്പലായ അഗിറ്റേറ്റയുടെ അറസ്റ്റ് തുടരുകയും ചെയ്യും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷബ്ന സിയാദാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷബ്ന, എന്തായാലും വലിയ തുകയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഏതു രീതിയിലാകും തുടർ നടപടികൾ ഉണ്ടാകുക? ഹൈക്കോടതി എങ്ങനെയാണത് പരിഗണിക്കുന്നത്? സ്വാതി, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നഷ്ടപരിഹാരത്തിന്, അതായത് കേരളത്തിന്റെ ചരിത്രത്തിന് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു അഡ്മിറാൽറ്റി സ്യൂട്ട് ഹൈക്കോടതിയിൽ നൽകുന്നത്. ഈ MSC എൽസ കപ്പൽ അപകടത്തെ തുടർന്ന് വലിയ പാരിസ്ഥിതിക പ്രശ്നമുണ്ടായി. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടായി. അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെട്ടു. മറ്റ് ഹാനികരമായ സംഭവങ്ങൾ, മനുഷ്യരുടെ ശരീരത്തിനടക്കം ഹാനികരമായിട്ടുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും തുക നഷ്ടപരിഹാരം നൽകണം എന്നൊരു ആവശ്യമായിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. അതിനുശേഷമാണ് MSC എൽസ കപ്പലിന്റെ മറ്റൊരു കപ്പലായ അഗിറ്റേറ്റ 2 പിടിച്ചിടാൻ കോടതി നിർദ്ദേശം നൽകിയത്. ഇന്ന് വരെ അറസ്റ്റ് ചെയ്ത് വിഴിഞ്ഞത്തിടാനായിരുന്നു കോടതി നിർദ്ദേശം. ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുമ്പോൾ എത്ര തുകയാണ് ഈ കമ്പനിക്ക് കെട്ടിവെക്കാൻ സാധിക്കുക എന്ന് കോടതി ആരാഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ തുക, അതായത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന ഇത്രയും വലിയ തുക കെട്ടിവെക്കാൻ പറ്റില്ല എന്ന് കമ്പനി ഇന്ന് കോടതിയെ അറിയിച്ചു. എത്ര തുക കെട്ടിവെക്കാൻ സാധിക്കും എന്നറിയിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് ചെയ്ത കപ്പൽ അറസ്റ്റ് ചെയ്ത് തന്നെ ഇടാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്.